നമസ്കാരം. വ്യത്യസ്തമായ അനുഭവങ്ങളുടെ വെളിപ്പെടുത്തലുമായി വിജയവീതിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ വിജയവീതി എന്ന് പറയുന്ന പരിപാടിയിൽ അതിഥിയായി കിട്ടിയിരിക്കുന്നത് വളരെ വ്യത്യസ്തനായ ഒരാളാണ്. ഒരു മലയാളിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഒരു വീട് വെക്കുക എന്നുള്ളതാണ്. ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ ശാസ്ത്രീയമായി എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത്, എന്തൊക്കെ മുൻകരുതലുകൾ കിടക്കണം, എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ചിലവ് കുറയ്ക്കാം തുടങ്ങിയ തരത്തിലുള്ള സംശയങ്ങളും അല്ലെങ്കിൽ തുടങ്ങിയ തരത്തിലുള്ള മുൻകരുതലുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വീട് വെക്കുന്നത് സംബന്ധിച്ചുള്ള പാഴ്ചെലവുകൾ നമുക്ക് കുറയ്ക്കാനായി സാധിക്കും. ഇവിടെ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീറാം കൺസ്ട്രക്ഷൻസിൻ്റെ MDയും അതുപോലെ തന്നെ ഒരുപാട് ഗവൺമെൻറ് വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ മേഖലയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അർഹിക്കുന്ന നമ്മുടെ പയ്യന്നൂർ ടൗണിൽ നിന്ന് മാറി രാമന്തളി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ശ്രീ ദിവാകർ, അദ്ദേഹമാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. സാർ, ഈ പരിപാടിയിലേക്ക് സ്വാഗതം. സാറിൻ്റെ ഈ ശ്രീറാം എന്ന് പറയുന്ന ഈ കൺസ്ട്രക്ഷൻസ് ഇത് ഇങ്ങനെ പേരിടാനുള്ള കാരണം എന്താണ്? ആരുടെ പേരാണത്? അത് അച്ഛനായിട്ട് തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനമാണ്. അങ്ങനെ ഇത് തുടർന്നുകൊണ്ട് പോവുകയാണ്. അതെ അതെ. അത് മൂത്ത ചേട്ടനുണ്ട്. ചേട്ടൻ ചെയ്തു വരുന്നത് അതോട് ചേട്ടൻ്റെ അത് സപ്പോർട്ടോടുകൂടി ഞാനിപ്പോൾ ചെയ്യുന്നു. ഈ അച്ഛൻ തുടങ്ങി വെച്ച ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്തായിരുന്നു ബിസിനസ്? അച്ഛൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഫാർമറായിരുന്നു. പിന്നെ പല ബിസിനസ് മേഖലകളിലും അങ്ങേര് കൈവച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ശ്രീറാം കൺസ്ട്രക്ഷൻ, അതുപോലെ പിന്നെ ശ്രീറാം മോട്ടേഴ്സ്, കുറേ നമ്മൾക്ക് ഒരുപാട് വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുമ്പേ 70കളിൽ. 70കളിലെ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജനിക്കുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് പാരമ്പര്യം തന്നെ കുടുംബത്തിൽ അവകാശപ്പെടാറുണ്ട്. അപ്പോൾ അത് ഒരു പാരമ്പര്യം പോലെ തന്നെ ഇപ്പോഴും സാർ തുടരുന്നു. ഇനി സാറ് ഇതിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞു, സാറ് അക്കാഡമിക്കലി സാറ് വന്നിട്ട് ഡിഗ്രിയാണ് BA അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് ദിവാകർ സാർ. പക്ഷേ സാറ് വർക്ക് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ മേഖലയിലാണ്. ഒരിക്കലും നമുക്ക് ഇത് തമ്മിൽ പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഡിഗ്രി ഉണ്ടെങ്കിലും ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വേണമല്ലോ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ സ്വാഭാവികമായിട്ട് സാറിന് ഇല്ലാത്തത് കൊണ്ട് ഇതെങ്ങനെ സാർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു? അതിനനുസരിച്ച് എനിക്ക് ടെക്നിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, എൻ്റെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബിടെക് എഞ്ചിനീയേഴ്സ് എൻ്റെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ തന്നെ അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് വർക്കൊക്കെ അവരൊക്കെ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ അവരൊക്കെ വെരിഫൈ ചെയ്യും. പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യും. എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യം, ഒരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നാൽ മതി. തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കാൻ അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനൊരു തടസ്സമേ അല്ല എന്നുള്ളതാണ് ദിവാകർ സാറിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ മറ്റൊന്ന് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ സാറിൻ്റെ കൺസ്ട്രക്ഷൻ്റെ രീതികളും ആ വീട് വച്ചിരിക്കുന്നതിൻ്റെ ഇതൊക്കെ കണ്ടു. ഇതെങ്ങനെ ഇത്രയും വളരെ ഫോർസൈറ്റ് ആയിട്ട് പ്ലാനിങ് ആയിട്ട് സാറിന് ചെയ്യാൻ പറ്റുന്നു? നമ്മൾ ഈ മേഖലയിൽ, ഈ ബിൽഡിംഗ് മേഖലയിൽ നമ്മൾക്ക് ആദ്യം മുതലേ ഒരുപാട് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതോടനുബന്ധിച്ചിട്ട് നമ്മളേതായ ഐഡിയകൾ ലാറ്ററേറ്റ് ഇവിടെ യഥേഷ്ടം കിട്ടുന്നതാണ് ലാറ്ററേറ്റ്. അതിൻ്റെതായ രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരു വീടാണ് ഇത്. ലാറ്ററൈറ്റ് എന്ന് പറയുന്നത് ചെങ്കല്ല് സാധാരണ ഈ വടക്കൻ കേരളത്തിൽ സാധാരണ ഇത് കണ്ടുവരുന്നത്. കേരളത്തിൽ ഇതില്ല, വളരെ കുറവാണ്. കണ്ണൂർ, പയ്യന്നൂർ, അതുപോലെ കാസർഗോഡ്, അവിടെയൊക്കെയാണ് ഇത് കൂടുതൽ. ഇതെങ്ങനെയാണ് മറ്റേ ഹോളോ ബ്രിക്സും അല്ലെങ്കിൽ സിമെന്റ് ബ്ലോക്കുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ബലത്തിലും വിലയിലും ഇത് കുറവാണോ കൂടുതലാണോ? കമ്പാരിറ്റീവ്ലി കുറവാണ്. ബലത്തിന്റെ കാര്യത്തിൽ സ്ട്രെങ്ത്, നല്ല സ്ട്രെങ്ത് ആണ്. പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത, ഞാനത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത്, അത് വളരെ ഫിനിഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പോളിഷ് ചെയ്യാം. പിന്നെ അതിന്റെ പുറത്ത് സിമെന്റ് പൂശേണ്ട ആവശ്യമില്ല. പിന്നെ മറ്റൊരു കാര്യം, ഒരു വീട് വയ്ക്കുമ്പോൾ ബേസ്മെന്റ് മുതലേ നമ്മൾ ഒരു ഉപഭോക്താവ്, ഒരു കസ്റ്റമർ ശ്രദ്ധിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാഴ്ചെലവുകൾ ഒരുപാട് കുറക്കാൻ പറ്റും. അതിന്റെ ഒരു ചെറിയൊരു വിശദീകരണം എങ്ങനെയാണെന്ന് സാറൊന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരം. ഈ പാഴ്ചെലവുകൾ എങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്നുവെച്ചാൽ, നമ്മൾ ആദ്യം മുതൽ ഫൗണ്ടേഷനിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വർക്ക് മാക്സിമം സ്പീഡായിട്ട് വർക്ക് കൊണ്ടുപോവുക. എന്നുവെച്ചാൽ വർക്ക് ലാഗ് ചെയ്യാൻ വേണ്ടി പാടില്ല. നഷ്ടം വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു വർക്ക് 10 മാസമാണ് അതിൻ്റെ പീരീഡ് എങ്കിൽ അതൊരു 8 മാസം കൊണ്ട് തീർക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും അതിനനുസരിച്ചിട്ടുള്ള വേസ്റ്റേജ് എല്ലാം കുറഞ്ഞു കിട്ടും. അത് ഉദ്ദേശിക്കുന്നത് എന്താണ് സാർ? അതിൽ നഷ്ടം വരുന്ന വേസ്റ്റേജ് എന്താണ്? വേസ്റ്റേജ് മീൻസ് അതിനനുസരിച്ചിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ലിമിറ്റഡ് ടൈമിനുള്ളിൽ വർക്ക് തീർക്കുകയാണെങ്കിൽ നമ്മൾക്ക് പ്രോഫിറ്റും അതിനനുസരിച്ചിട്ടുള്ള
ബാക്കിയുള്ള എല്ലാ അതിനനുസരിച്ച് നമുക്ക് 2 മാസം മുന്നേ ഒരു വർക്ക് തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ പീരീഡിനുള്ളിൽ തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വേറെ വർക്കും നമുക്ക് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു 2 മാസം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും.